Hi everyone. Here in this video, we'll be discussing about the types of organization models. So in our last class, I've just mentioned that there are 5 types of organization models like hierarchical organization, flat organization, flatter organization, flatterchies, and holacratic organizations. So, and we have discussed about hierarchical organization. And now what we are going to discuss is about the flat, flatter, flatterchies, and holacratic organizations in this video. So we'll go on to the first one, that is flat organization. So flat organization, which is also called as horizontal organization. Flat organization പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് as the name suggests flat ആയിട്ടിരിക്കും എന്ന് പറഞ്ഞാൽ ലെയറുകൾ കുറവായിരിക്കും. നമ്മൾ ഹൈറാർക്കിൽ പറഞ്ഞ എന്തായിരുന്നു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ്. അപ്പോൾ ടോൾ ആയിരിക്കും. ഹൈറാർക്കിക്കൽ ഓർഗനൈസേഷൻ നോർമലി ടോൾ ആയിരിക്കും. പക്ഷെ ഫ്ലാറ്റ് ഓർഗനൈസേഷൻ ആസ് എ നെയിം സജസ്റ്റ് ഇറ്റ് വിൽ ബി ഫ്ലാറ്റ്. ദാറ്റ് മീൻസ് ദ ലെവൽസ് വിൽ ബി നോർമലി ലെസ്. ലെയറുകൾ കുറവായിരിക്കും. അപ്പോൾ ഇറ്റ്സ് എൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ വിത്ത് എ ഫ്യൂ ഓർ നോ ലെവൽ ഓഫ് മിഡിൽ മാനേജ്മെന്റ് ബിറ്റ്വീൻ സ്റ്റാഫ് ആൻഡ് എക്സിക്യൂട്ടീവ്. അതായത് ഒരു പ്രസിഡന്റ് ഉണ്ടാവും, പ്രസിഡന്റിന്റെ കീഴിൽ ഒരു മാനേജർ ഉണ്ടാവും, ആ മാനേജറുടെ കീഴിൽ നേരിട്ട് ചിലപ്പോൾ എംപ്ലോയീസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ചാർട്ട് കാണിച്ചു തരാം. ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം ഡയറക്ടർ, അയാളുടെ കീഴിൽ മാനേജർ, അയാളുടെ കീഴിൽ എംപ്ലോയീസ്. ഇതല്ലാതെ നമ്മൾ ഹൈറാർക്കിയിൽ കാണുമ്പോൾ എങ്ങനെയായിരിക്കും ഡയറക്ടർ, അയാളുടെ കീഴിൽ മാനേജർ, മാനേജറുടെ കീഴിൽ അഡീഷണൽ മാനേജർ, അഡീഷണൽ മാനേജറുടെ കീഴിൽ സൂപ്പർവൈസേഴ്സ്, സൂപ്പർവൈസേഴ്സിന്റെ കീഴിൽ ഫോർമാൻ. അങ്ങനെയായിരിക്കും നമ്മൾ ഹൈറാർക്കിയിൽ കാണാം. ഇവിടെ കാണുമ്പോൾ എന്തായിരിക്കും, ഇവിടെ ഡയറക്ടറും മാനേജറും ആയിട്ട് അധികം ആളുകളൊന്നും ഉണ്ടാവണമെന്നില്ല. ആ സിംഗിൾ മാനേജർ ടേക്ക് കെയർ ഓഫ് മെനി സബോർഡിനേറ്റ്സ്. അപ്പോൾ ഇത് ഈ സ്ട്രക്ചർ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഫ്ലാറ്റിന്റെ ബെനിഫിറ്റ്സും ഡിമെറിറ്റ്സും കണ്ടുപിടിക്കാൻ പറ്റും. എന്താ എൻ്റെ മെറിറ്റ്സ് പറയുന്നത്, ഇവിടെ ഈ എംപ്ലോയീസ് ദേ ആർ അക്കൗണ്ടബിൾ ടു ഓൺലി വൺ മാനേജർ ആൻഡ് ദിസ് മാനേജർ കൻ ഡയറക്ട്ലി ഇൻഫോം ദ ഡയറക്ടർ. അതുവഴി എന്താ ബെനിഫിറ്റ്സ് ഉള്ളത്, ക്വിക്ക് ഡിസിഷൻ പോസിബിൾ ആണ്. കാരണം മറ്റോടത്തൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ലെയറിൽ നിന്ന് താഴത്തെ ലെയറിൽ നിന്ന് മുകളിലേക്ക് എത്താൻ തന്നെ കുറേ സ്റ്റെപ്പുകൾ കടന്ന് മുകളിലേക്ക് എത്തണം അല്ലേ. അപ്പോൾ ഇറ്റ് ടേക്സ് മോർ ടൈം. ബട്ട് ഹിയർ ക്വിക്ക് ഡിസിഷൻ അല്ലെങ്കിൽ ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ഇസ് മെയ്ഡ് പോസിബിൾ. And the thing is expense കുറവായിരിക്കും because you need only less number of experts or specialists here, so it will be mostly economical because rate കുറവായിരിക്കും. അല്ലെങ്കിൽ ഈ എക്സ്പേർട്സിനാണ് കൂടുതൽ സാലറി കൊടുക്കേണ്ടി വരിക. The number of experts appointed in flat organization will obviously be less. പിന്നെ അതിന് ഡ്രോബാക്ക് എന്ന് പറയുകയാണെങ്കിൽ like you can see that a single manager has to take care of many people. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഓരോരുത്തരെയും കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ ആവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രിക്ട്നെസ് കുറവായിരിക്കും, ഡിസിപ്ലിൻ കുറവായിരിക്കും. അതുപോലെ ഇവരെല്ലാവരെയും കാരണം ഇവിടെ എല്ലാ എംപ്ലോയീസും ഒരേ ലെവലിലാണ് നിൽക്കുന്നത്. സോ ദർ ഇസ് എ ചാൻസ് ഫോർ ഈഗോ ക്ലാഷ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇവരെ ഈ ഒരു ടീം വർക്ക് എല്ലാവരുടെയും ഈ മാനേജർക്ക് കൊണ്ടുവരാനായിട്ട് ചിലപ്പോൾ സാധിച്ചു എന്ന് ഇരിക്കില്ല. അപ്പോൾ കോർഡിനേഷൻ അതുപോലെ ടീം വർക്ക് ഒക്കെ പോസിബിൾ ആയിക്കൂടാന്നല്ല, ആവില്ല എന്ന് പറയുന്നില്ല, അത്രയ്ക്ക് ഈസി ആവില്ല. മാനേജർ എത്രമാത്രം എഫിഷ്യൻ്റ് ആണോ അതനുസരിച്ചിരിക്കും ഇതൊക്കെ പോസിബിൾ ആവില്ല. സോ ദാറ്റ്സ് അബൌട്ട് ഫ്ലാറ്റ് ഓർഗനൈസേഷൻ. നമുക്ക് ഫ്ലാറ്റ് ഓർഗനൈസേഷൻ ഒന്ന് വായിച്ചു നോക്കാം എന്താ എഴുതിയിട്ടുള്ളതെന്ന്. സോ ഇറ്റ്സ് എ ഓർഗനൈസേഷൻ സ്ട്രക്ചർ വിത്ത് ഫ്യൂ ഓർ നോ ലെവൽ ഓഫ് മിഡിൽ മാനേജ്മെന്റ് ബിറ്റ്വീൻ സ്റ്റാഫ് ആൻഡ് എക്സിക്യൂട്ടീവ്സ്. നമ്മൾ പറഞ്ഞല്ലോ, അതായത് മാനേജേഴ്സ് ഇടയിലുള്ള ആളുകൾ, എംപ്ലോയീസിന്റെയും ടോപ്പിന്റെയും ഇടയിലുള്ള ആളുകളുടെ എണ്ണം കുറവായിരിക്കും. നമ്പർ ഓഫ് പീപ്പിൾ ഡയറക്ട്ലി സൂപ്പർവൈസ്ഡ് ബൈ ഈച്ച് മെമ്പർ. ഈച്ച് മെമ്പർ ഹിയർ മീൻസ് ഈച്ച് മാനേജർ is large. ഓരോ മാനേജറും സൂപ്പർവൈസ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടുതലായിരിക്കും. and the number of people in the chain of command above one is small. അതായത് നിങ്ങൾ ഇവിടെ ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, here when you in the lower level there are 7 people, when you go on to the next top level there is only 2 persons, and when you go on to the again top position there is only 1 person. അതായത് എണ്ണം കുറഞ്ഞാണ് മുകളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നത്. and manager in the flat organization possess more responsibility. ഞാൻ പറഞ്ഞില്ലേ, ആ മാനേജർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി വരാണ് because he is the only one who has to take care of the entire employees. And manager in the flat organization rely less on guidance from the superior because number of superior above the manager are limited. ഈ മാനേജർക്കായാലും he has to get advice only from one person.
അതല്ലാതെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഹൈറാർക്കിക്കൽ ഓർഗനൈസേഷനിൽ പറയുമ്പോൾ അഡീഷണൽ, അതായത് ഫോർമാന്റെ കയ്യിൽ നിന്നുള്ള കാര്യങ്ങൾ സൂപ്പർവൈസർ എടുക്കുന്നു. സൂപ്പർവൈസർക്ക് ആരിൽ നിന്ന് അനുവാദം ചോദിക്കണം? അഡീഷണൽ മാനേജറിൽ നിന്ന് അനുവാദം ചോദിക്കണം. അഡീഷണൽ മാനേജർക്ക് മെയിൻ മാനേജറിൽ നിന്ന് അനുവാദം ചോദിക്കണം. സോ ഇറ്റ് ടേക്സ് മോർ ടൈം. മനസ്സിലായോ? അതൊക്കെ ഒരു പരിധി വരെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഇവിടെ സാധിക്കും. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജസ് ഞാൻ കുറച്ച് പോയിന്റ് ഒക്കെ ഡിസ്കസ് ചെയ്തു. അതായത് ഇവിടെ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. മാനേജേഴ്സ് നമുക്ക് എണ്ണം കുറവാണ്. മാനേജേഴ്സ് ആണ് എക്സ്പേർട്സ് അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റുകൾ. അവർക്ക് സാലറി, അവരെ എണ്ണം കുറവായതുകൊണ്ട് അത്രയും കോസ്റ്റ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ലെവൽ ഓഫ് മാനേജ്മെന്റ് നോർമലി ലെസ് ആണ്. അപ്പോൾ കോംപ്ലിക്കേഷൻസ് ഒരു പരിധി വരെ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. ക്വിക്ക് ഡിസിഷൻ ഇസ് പോസിബിൾ. ഓൾറെഡി പറഞ്ഞു, ബിക്കോസ് ഹിയർ ദ വർക്കേഴ്സ് ആർ ഡയറക്ട്ലി റിപ്പോർട്ടിംഗ് ഓൺ ടു ദ മാനേജർ. ദർ ഇസ് നോ ഇന്റർമീഡിയറി ഇൻ ബിറ്റ്വീൻ. സൂപ്പർവൈസർ എന്നോ അഡീഷണൽ മാനേജർ എന്നോ അസിസ്റ്റന്റ് മാനേജർ എന്നൊന്നും പറഞ്ഞിട്ട് അവിടെ ആരുമില്ല. Straight way workers are communicating to the managers and managers are communicating to the top. So decisions can be taken fast. Fast and clear communication. Same thing. നേരത്തെ പറഞ്ഞ ഡിസിഷന്റെ പോയിന്റ് തന്നെയാണ്. Subordinates are free from close and strict supervision. അതുകൊണ്ട് a manager has to take care of many people. അല്ലേ? അപ്പോൾ ഒരാൾക്ക് ഓരോരുത്തരെയും ഭയങ്കര സീരിയസ് ആയിട്ട് കൺട്രോൾ ചെയ്ത് പോകാന്ന് പറഞ്ഞാൽ ഈസി അല്ല. ഫോർ എക്സാമ്പിൾ, if you take your department, if head of the department cannot take care of you people like in a very close or very formal way, അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ലൈക്ക് ഹെഡ് എന്നുള്ള ഇത് ഡ്രോബാക്ക് ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഹെഡ് എന്നുള്ള ഒരു നിലയിൽ ഹെഡിന് നിങ്ങളുമായിട്ട് ഭയങ്കര ഒരു ഫോർമൽ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, അല്ല ഇൻഫോർമൽ റിലേഷൻ അല്ലെങ്കിൽ ക്ലോസ് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കില്ല. ബിക്കോസ് head of the department has to take care of many students. നമ്മുടെ കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാ കുട്ടികളെയും ഹെഡ് നോക്കണം. ബട്ട് നിങ്ങളുമായിട്ട് നല്ലൊരു ക്ലോസ് റിലേഷൻ അല്ലെങ്കിൽ ഒരു ഇൻഫോർമൽ റിലേഷൻ നിങ്ങളുടെ ക്ലാസ് ടീച്ചർക്ക് കൊണ്ടുവരാം. ബിക്കോസ് ഷീ ഹാസ് ടു മാനേജ് ഓൺലി യു പീപ്പിൾ. ഓക്കെ, അപ്പൊ അത് ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ആക്ച്വലി ഇവൺ ആൻഡ് ഇഫ് യു ജസ്റ്റ് ടേക്ക് കെയർ ഓഫ് യുവർ ക്ലാസ് ടീച്ചർ ആൻഡ് ഷീ ഹാസ് ടു ടേക്ക് കൺട്രോൾ ഓഫ് 60 സ്റ്റുഡൻസ് 70 സ്റ്റുഡൻസ്, അല്ലേ? അപ്പോൾ അവിടെ എന്താ ഉണ്ടാവുന്നത്? ഇറ്റ് ഇസ് നോട്ട് ഈസി ഫോർ എ സിംഗിൾ പേഴ്സൺ ടു ടേക്ക് കെയർ ഓഫ് 70 സ്റ്റുഡൻസ് in a very, actually we all will be trying it, we will be like making possible, but still ഒരു 4 പേര് നോക്കുന്ന പോലെയല്ല 70 ആളെ നോക്കുന്നതിന്റെ വ്യത്യാസം, അല്ലേ? 70 ആളെ നോക്കുമ്പോൾ 70 ആളുടെ അടുത്തും നമുക്ക് ഭയങ്കരമായിട്ടല്ല 70 ആളുടെ എല്ലാ ദിവസവും 70 ആളുടെ കാര്യങ്ങൾ നിങ്ങളുടെ ക്ലാസ് ടീച്ചർക്ക് നിങ്ങൾക്ക് നോക്കി നടക്കാൻ പറ്റുമോ? ഓവറോൾ നോക്കാൻ പറ്റും. പക്ഷെ 70 ആളെയും ഇൻഡിവിജ്വൽ എല്ലാ ദിവസവും 70 ആളെയും ഫോൺ ചെയ്ത് സുഖമല്ലെന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ. ആ സ്ഥാനത്ത് ഒരു 4 ആളെ ഉണ്ടായിരുന്നുള്ള സംഭവം 4 ആളെന്ന് ഫോൺ ചെയ്യാന്ന് ഇത്ര കാര്യമുള്ളൂ. ഇറ്റ് വാസ് പോസിബിൾ. ഇനി suitable for routine and standardized work. അതായത് ഇങ്ങനെ ഈ ഫ്ലാറ്റ് ഓർഗനൈസേഷൻ റൂട്ടീൻ വർക്കുകൾക്ക് നല്ല സ്പെഷ്യലൈസ്ഡ് വർക്കുകൾക്കൊന്നും ഫ്ലാറ്റ് ഓർഗനൈസേഷൻ പോസിബിൾ അല്ല. ബിക്കോസ് സ്പെഷ്യലൈസ്ഡ് വർക്കുകൾക്ക് ഒരുപാട് എക്സ്പേർട്സിന്റെ ആവശ്യമുണ്ട്. Now when we look on to the disadvantages, നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ്. ഞാൻ ഈ എക്സാമ്പിൾ പറഞ്ഞില്ലേ, അതായത് ഹെഡിന് നിങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് നോക്കാനായിട്ട് പോസിബിൾ ആവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട്? കാരണം ഹെഡിന്റെ കീഴിൽ കുറെ കുട്ടികൾ വരുന്നുണ്ട്. ആ സെയിം സാധനമാണ് ഫ്ലാറ്റിൽ വരുന്നത്. അതായത് there won't be no close and informal relation between the superior and the subordinate. What is the reason? Because a single superior has to take care of many people. സോ ഒരു ക്ലോസ് അറ്റാച്ച്മെന്റ് എല്ലാവരായിട്ട് ഉണ്ടാവുക എന്നുള്ളത് ചിലപ്പോൾ പോസിബിൾ ആവില്ല. അതുപോലെ ചാൻസ് ഓഫ് ലൂസ് കൺട്രോൾ. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദർ ആർ മെനി സബോർഡിനേറ്റ്സ് അണ്ടർ വൺ മാനേജർ. സോ ഇറ്റ് ഈസ് നോട്ട് ഈസി ഫോർ ദം ടു ഹാവ് എ കീൻ വാച്ച് ഓൺ ഈച്ച് ആൻഡ് എവറി സബോർഡിനേറ്റ്. ഒരു മാനേജർക്ക് ഓരോരുത്തരെയും അത്ര സൂക്ഷ്മമായിട്ട് പരിശോധിക്കാൻ ചിലപ്പോൾ പറ്റിയെന്നിരിക്കില്ല. അതുകൊണ്ട് തന്നെ അവിടെ ലൈക്ക് ഡിസൊബീഡിയൻസ് കാണിക്കുന്നവർക്ക് അത് കാണിക്കാനും ഈസിയാണ്. Discipline may not be there due to loose control. ഇനി വേറൊരു ഡ്രോബാക്ക് ഇവിടെ പറയുന്നത് ടീം വർക്ക് അത്ര പോസിബിൾ ആവില്ല എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ടീം വർക്ക് പോസിബിൾ ആവാത്തത്? ബിക്കോസ് ഒരു സിംഗിൾ മാനേജറുടെ കീഴിൽ there are many subordinates and bringing the work of subordinates together is not an easy task by a single manager. അതന്നെയാണ് പ്രോബ്ലം ഓഫ് കോർഡിനേഷനിലും പറയുന്നത്. എല്ലാവരുടെയും വർക്ക് ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവന്നുള്ളത് അത്ര വലിയ ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. പിന്നെ വേറൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആ ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, അവിടെ എല്ലാവരും ഒരേ ലെവലിൽ നിൽക്കുന്ന വർക്കേഴ്സ്. അപ്പൊ ഇവിടെ ഈഗോ ക്ലാഷും ഉണ്ടാവും. അപ്പൊ ഇവരെല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളത് ഒരു ഈസി ആയിട്ടുള്ള ഒരു ജോബ് അല്ല. ആൻഡ് നീഡ് മോർ എഫിഷ്യന്റ് ആൻഡ് എക്സ്പീരിയൻസ് സൂപ്പർവൈസർ.
അതായത് ഒരൊറ്റ ആളാണ് എൻ്റെ സബോർഡിനേറ്റ്സ് നോക്കുന്നത്. അപ്പോൾ ആ നോക്കുന്ന ഒരൊറ്റ മാനേജർ എന്ന് പറയുന്നത് എഫിഷ്യൻ്റ് ആയില്ലെങ്കിൽ വർക്ക് മുഴുവൻ വേസ്റ്റ് ആവും, അല്ലെങ്കിൽ അതിൻ്റെതായ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയെന്നിരിക്കില്ല. അപ്പോൾ ഇഫ് എ സിംഗിൾ മാനേജർ ഇസ് there, that manager should be more efficient and experienced. Otherwise, the organization won't work efficiently and the quality of performance may not be that good in case if you don't have a very efficient and experienced supervisor. So that's about flat organization. അപ്പോൾ ഫ്ലാറ്റ് ഓർഗനൈസേഷനിൽ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ലെയർ കുറവായിരിക്കും അല്ലെങ്കിൽ ലെവല് കുറവായിരിക്കും, അതായത് മാനേജേഴ്സിന്റെ എണ്ണവും കുറവായിരിക്കും. ഒരു സിംഗിൾ മാനേജർ will take care of many subordinates. That is the thing of flat organization. Now I am moving on to the next one, the flatter organization. ഫ്ലാറ്റർ ഓർഗനൈസേഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ മാനേജറെ അപ്പോയിന്റ് ചെയ്തിട്ട് ആ മാനേജർക്ക് കുറേ സബോർഡിനേറ്റ്സിനെ കൊടുക്കുന്നേക്കാൾ ഇവിടെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോയിന്റ് ചെയ്യുന്ന മാനേജർ തന്നെ സബോർഡിനേറ്റിനെയും കൂടി വർക്ക് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരാളെയായിരിക്കും എടുക്കുക. എന്ന് പറഞ്ഞാൽ ലൈക്ക് മാനേജ് ചെയ്യുന്ന ആള് ഹി വിൽ ബി വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് എ വെൽ ട്രെയിൻഡ് പേഴ്സൺ, or who's having a good good knowledge about it, well specialized in it and having a very good experience, so that he will be able to manage the people and work along with them. അപ്പോൾ അതുകൊണ്ട് എന്താ ഓർഗനൈസേഷന്റെ ബെനിഫിറ്റ്? അവർക്ക് എണ്ണം കുറവ് ആളുകളെ അപ്പോയിന്റ് ചെയ്താൽ മതി. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ കൂടുതൽ അഡോപ്റ്റ് ചെയ്യുക when there is a lack of manpower. അപ്പോൾ നോക്കി നോക്കൂ, ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? മെനി സ്മോൾ കമ്പനീസ് യൂസ് എ ഫ്ലാറ്റർ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് മാൻ പവർ. എക്സാമ്പിൾ നോക്കി അറിയാം. എ ന്യൂ മാനേജ്മെന്റ് കൺസൾട്ടിംഗ് ഫേം വിൽ ടിപ്പിക്കലി എംപ്ലോയ് എ സീനിയർ മാനേജ്മെന്റ് എംപ്ലോയി in marketing, finance and sales before hiring lower level employees. Lower level employees ne appoint ചെയ്യുന്നതിന് മുമ്പ് ആദ്യം തന്നെ ആരെ അപ്പോയിന്റ് ചെയ്യും? ഒരു സീനിയർ മാനേജ്മെന്റ് എംപ്ലോയി അപ്പോയിന്റ് ചെയ്യും. And that person will be well experienced. So and he is well trained person. അയാൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, സീനിയർ ആണ്. അപ്പൊ അയാൾക്ക് തന്നെ പകുതി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ അയാൾക്ക് ഇനി ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് മാത്രമേ നമുക്ക് ഇനി ആരെ അപ്പോയിന്റ് ചെയ്താൽ മതി? വർക്കേഴ്സിനെ അപ്പോയിന്റ് ചെയ്താൽ മതി. അപ്പോൾ ലോവർ ലെവൽ വർക്കേഴ്സിന്റെ എണ്ണം കുറയ്ക്കാൻ സാധിക്കും. ഫ്ലാറ്റിൽ നേരെ മറിച്ചായിരുന്നു. ഫ്ലാറ്റിൽ മാനേജറുടെ എണ്ണം കുറവും ഒരുപാട് വർക്കേഴ്സും ആണ്. ഇവിടെ എങ്ങനെയാ? സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് 3-4 ആളുകളെ അപ്പോയിന്റ് ചെയ്യാം. അപ്പൊ അവര് തന്നെ വർക്കേഴ്സിന്റെ വർക്കും കൂടി ചെയ്തോളും. നിങ്ങൾ ആ ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. ഇത് കണ്ടോ? ഇവിടെ ഒരു മാനേജർ അല്ല, അല്ലെങ്കിൽ ഇവിടെ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് മാനേജറോ വോട്ടെവർ, ഇവിടെ ഒരാൾക്ക് പകരം 3 ആളെ അപ്പോയിന്റ് ചെയ്തിരിക്കുക. അപ്പൊ ഓരോരുത്തരും 2 ആളെ നോക്കിയാൽ മതി. മറ്റിടത്ത് എന്തായിരുന്നു? ഫ്ലാറ്റിൽ എങ്ങനെയായിരുന്നു? ഒരാളേ ഉള്ളൂ ആൻഡ് ഹി ഹാസ് ടു ടേക്ക് കെയർ ഓഫ് ഓൾ ദ 7 പീപ്പിൾ. അപ്പൊ ഇത് രണ്ടും ലാഭകരം. അതായത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇത് എക്കണോമിക്കലാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഈ 3 ആൾക്ക് ഭയങ്കര കൂടുതൽ സാലറി കൊടുക്കുന്നുണ്ട്, പക്ഷെ ഇവിടെയുള്ള ആളുകളുടെ എണ്ണം കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ എന്താ പ്രത്യേകത? ദീസ് എക്സിക്യൂട്ടീവ്സ് മേ ബി ഏബിൾ ടു ഹാൻഡിൽ ദ വർക്ക് ലോഡ് വിതൗട്ട് ഹയറിംഗ് അഡീഷണൽ എംപ്ലോയീസ്. അപ്പോൾ അഡീഷണൽ എംപ്ലോയീസിനെ ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് ഫ്ലാറ്റർ ഓർഗനൈസേഷനിൽ പോസിബിൾ ആണ്. ഇനി ഫ്ലാറ്റർ ഓർഗനൈസേഷൻസ് ആർ യൂഷ്വലി ഇലസ്ട്രേറ്റഡ് വിത്ത് one box at the top of the organization. അത് CEO ഉണ്ടാവും. And the top box usually represents the president or chief executive officer. Sometimes the company president serves the dual role of the president and the CEO. Whatever the case, the wide array of boxes below the president represent the vice presidents or senior vice presidents. അതായത് ആ ഒരു ലെവലിലാണ് അത് ഫോം ചെയ്ത് പോകുന്നത്. ഇവരുടെ വൈസ് പ്രസിഡൻസ് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. they will do half the work. Only the remaining work has to be given to the employees. ഇനി ഇവിടെ വേറൊരു പ്രത്യേകത എന്താ പറയണേ? fewer level of management means fewer approvals in decision making. Same thing, flat organizational അതേ ബെനിഫിറ്റ് ഇവിടെയും കിട്ടുന്നുണ്ട്, which makes faster decision possible. അപ്പോൾ ഡിസിഷൻ ഫാസ്റ്റർ ആക്കാനായിട്ട് ഫ്ലാറ്റർ ഓർഗനൈസേഷനിൽ പോസിബിൾ ആണ്. സെയിം അതിന്റെ അഡ്വാൻറ്റേജസ് എന്താ നമുക്ക് നോക്കാം. എന്താ ഇവിടുത്തെ പ്രത്യേകത? ഗ്രേറ്റർ കമ്മ്യൂണിക്കേഷൻ ഇസ് പോസിബിൾ ബിക്കോസ് നേരത്തെ ഫ്ലാറ്റിൽ പറഞ്ഞ പോലെ തന്നെയാണ്, അധികം ആളുകളില്ല അല്ലെ. ഈവൺ ഒരു മാനേജർ തന്നെയായാലും അയാളുടെ കീഴിൽ അധികം ആളുകൾ വരുന്നില്ല. സോ ഗ്രേറ്റർ കമ്മ്യൂണിക്കേഷൻ ഇസ് പോസിബിൾ. ലെസ് ബ്യൂറോക്രസി ബിക്കോസ് ഓഫ് ഫ്യൂവർ ടയർസ്. അതായത് ലെവലുകൾ കുറവാണ്. ലെവൽ കുറവായതുകൊണ്ട് തന്നെ ഒരാളിൽ നിന്ന് അടുത്ത ആളിൽ അപ്രൂവൽ കിട്ടാനായിട്ട് അത്ര അധികം ടൈം പിടിക്കില്ല.
quicker decision is possible because നമ്മൾ നേരത്തെ ഫ്ലാറ്റിൽ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ്. ഒരുപാട് ആളുകളില്ല തൊട്ട് മുകളിലായിട്ട്. അപ്പോൾ നേരിട്ട് വർക്കേഴ്സ് മാനേജറോട് പറയുന്നു, മാനേജർ നേരെ ടോപ്പിൽ അറിയിക്കുന്നു, കാര്യം കഴിയുന്നു. ഡ്രോബാക്സ് എന്ന് പറയുന്നത് ഇവിടെ എംപ്ലോയീസ് മേ ഹാവ് ടു റിപ്പോർട്ട് ടു മോർ ദാൻ വൺ ബോസ്. നമ്മൾ ഫ്ലാറ്റിലായിരുന്നപ്പോൾ ഒരൊറ്റ മാനേജർ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാനേജേഴ്സ് ഉള്ളൂ. ഇവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എണ്ണം കൂടുതലായിരിക്കും. അപ്പോൾ വർക്കേഴ്സിന് ഒരുപാട് ബോസുകളോട് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതന്നെ യൂണിറ്റി ഓഫ് കമാൻഡ് മേ നോട്ട് ബി പോസിബിൾ. യൂണിറ്റി ഓഫ് കമാൻഡ് എന്താ? സബോർഡിനേറ്റ് ഹാസ് ടു റിസീവ് ഓർഡേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഫ്രം ഓൺലി വൺ സുപ്പീരിയർ. അത് ചിലപ്പോൾ ഇവിടെ പോസിബിൾ ആവണമെന്ന് ഇല്ല. ആൻഡ് ഡിപ്പാർട്ട്മെന്റൽ റോൾ മേ ബി വേക്ക്. അതായത് മാനേജർ തന്നെ ചിലപ്പോൾ വർക്കേഴ്സിന്റെ പണി ചെയ്യും. അപ്പോൾ വർക്കേഴ്സിന് ചിലപ്പോൾ ഇനി ഞാൻ എന്താ ചെയ്യാനുള്ളത് എന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കാം. ബിക്കോസ് പകുതി പണിയും മാനേജർ തന്നെ ചെയ്യാണ്. അപ്പൊ വർക്കേഴ്സിന് തോന്നും അത് മാനേജർ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പൊ ഞാൻ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നുള്ളൊരു ഇത് വരും. മറ്റൊടത്ത് എങ്ങനെയാ? ഫ്ലാറ്റിലൊക്കെ എങ്ങനെയാ? മാനേജർ സൂപ്പർവൈസ് ചെയ്യുള്ളൂ, എല്ലാ കാര്യവും ചെയ്യണത് ആരാ? വർക്കേഴ്സ് ആണ്. സോ വർക്കേഴ്സിന് അറിയാം വാട്ട് ദേ ഹാവ് ടു ഡു. ഇവിടെ ഒരു കൺഫ്യൂഷൻ വരണം. കാരണം മാനേജറുടെ ജോലി മാത്രമല്ല ചെയ്യുന്നത്, ഹി ഈസ് ഡൂയിങ് സം എക്സ്ട്രാ വർക്ക്. അപ്പോൾ ഡിപ്പാർട്ട്മെന്റൽ റോളിൽ ഒരു ക്ലാരിറ്റി കുറവ് അവിടെ ഉണ്ടാവാം. ഇനി ഫ്യൂവർ ഓപ്പർച്യൂണിറ്റി ഫോർ പ്രൊമോഷൻ. എന്തുകൊണ്ടാണ്? താഴെയുള്ള വർക്കേഴ്സിന്, കാരണം ഇവിടെ ഓൾറെഡി മുകളിലുള്ള മാനേജേഴ്സ് തന്നെ എല്ലാ കാര്യം ചെയ്യാണ്. അപ്പൊ താഴെയുള്ള വർക്കേഴ്സിന് പ്രൊമോഷന് ഒരു ചാൻസ് കുറവാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഈ മാനേജറെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ തന്നെ അയാള് ലോവർ ലെവൽ വർക്കും ചെയ്യുന്നുണ്ട്, മാനേജറുടെ വർക്കും ചെയ്യുന്നുണ്ട്. അപ്പൊ ചിലപ്പോൾ ഇനി ഇതിന് മുകളിലേക്ക് ചിലപ്പോൾ അയാൾ വിടാൻ സാധ്യതയില്ല. എന്തുകൊണ്ടാണ് അയാൾ അതിനെ വിടാത്തത്? അയാൾ അതിന്റെ മുകളിലേക്ക്, മുകളിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രസിഡന്റ് ലെവലിലേക്കാണ്. പ്രസിഡന്റ് ലെവലിലേക്ക് പോയാൽ പിന്നെ അയാൾ താഴെക്കിടയിലുള്ള ജോലികൾ ചെയ്യില്ലല്ലോ. അപ്പോൾ നോർമലി അപ്പോൾ അവർക്ക് പുതിയൊരാളെ അപ്പോയിന്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും? അയാൾ ആ ലെവലിൽ തന്നെ നിലനിർത്തി കൊണ്ടുപോകാനാണ് കമ്പനി എപ്പോഴും ശ്രമിക്കുക. ഇനി ഈ തരുന്ന ഓരോ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് he will be in case of less independent employees they cannot work function well. അതായത് ഈ പറയുന്ന ഞാൻ ഇപ്പോൾ പറയുന്ന ഓരോ ഇൻഡിപെൻഡന്റ് എംപ്ലോയി മാനേജർ എന്ന് പറയുന്ന ആള് എഫിഷ്യന്റ് അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അത്ര എഫിഷ്യന്റ് ആയിട്ട് നടക്കണമെന്നില്ല. ആ മാനേജർ എത്രമാത്രം എഫിഷ്യന്റ് ആണോ അതിനനുസരിച്ചിരിക്കും വർക്കിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക. ആൻഡ് ഹാവ് ലെസ് ടൈം ടു ഫോക്കസ് ഓൺ ഇൻഡിവിജ്വൽ ഡിസിഷൻ. ഓരോരുത്തരുടെ ബിക്കോസ് ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ വൈസ് പ്രസിഡന്റ്സും അവരുടെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ അവരുടെ മാനേജിങ് കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, അതോടൊപ്പം വർക്കേഴ്സിന്റെ കാര്യങ്ങളും ചെയ്യാണ്. അപ്പൊ അവർക്ക് വലിയ വലിയ കാര്യങ്ങളിൽ മാത്രം, സാധാരണ നമ്മൾ എങ്ങനെയാ ഈ മാനേജ്മെന്റ് ബൈ എക്സംഷൻ പോളിസിയാണ് ടോപ്പ് ലെവലിൽ ഫോളോ ചെയ്യുക. ടോപ്പിലുള്ള ആളുകൾ വലിയ കാര്യങ്ങൾ മാത്രമേ നോക്കുള്ളൂ, സ്ട്രാറ്റജിക് കാര്യങ്ങൾ മാത്രമേ നോക്കുള്ളൂ, ബാക്കി ചെറുകിട കാര്യങ്ങൾ മുഴുവൻ താഴെയുള്ളവരെ ഏൽപ്പിക്കുകയും ചെയ്യുക. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ വലിയ ടോപ്പിലിരിക്കുന്ന ആളും താഴെയുള്ള ആളുകളുടെ പണി ചെയ്യുന്നുണ്ട്. സോ ഹി വോണ്ട് ഗെറ്റ് മച്ച് ടൈം ടു ടേക്ക് എ ക്വിക്ക് ഡിസിഷൻ. Okay, so that's about a flatter organization. In our next video I'll discuss about next two type of organization models. Okay, thank you.